ഇനി നമ്മൾ പോകുന്നത് കണ്ണൂരിലേക്കാണ്. കണ്ണൂരിലെ സ്ഥാനാർത്ഥി ചിത്രം വേഗത്തിലൊന്ന് പരിശോധിക്കാം. കടന്നപ്പള്ളി രാമചന്ദ്രൻ നിലവിലെ മന്ത്രി, സിറ്റിംഗ് MLA, വീണ്ടും അവിടെ മത്സരിക്കാനെത്തുന്നു. LDF-ന് വേണ്ടി TO മോഹനൻ, മുൻ മേയർ. UDF-ന് വേണ്ടി കന്നി അംഗത്തിന് C രഘുനാഥ്, മുൻ കോൺഗ്രസ് നേതാവ് കൂടിയായ C രഘുനാഥ് ഇക്കുറി BJP സ്ഥാനാർത്ഥിയായി അവിടെ മത്സരിക്കുന്നു. 10 വർഷത്തിന് കണ്ണൂർ മണ്ഡലം തിരിച്ചുപിടിക്കാമെന്ന പ്രതീക്ഷയിലാണ് ഇത്തവണ UDF ഉള്ളത്. ഹാട്രിക് വിജയം പ്രതീക്ഷ തുടർച്ചയായ 4ാം മത്സരത്തിനിറങ്ങിയ കടന്നപ്പള്ളി രാമചന്ദ്രനെ കന്നി അംഗത്തിനിറങ്ങിയ TO മോഹനൻ മറികടക്കുമെന്നതാണ് കോൺഗ്രസിന്റെ കണക്കുകൂട്ടൽ. എന്നാൽ കെ സുധാകരന് സീറ്റ് നിഷേധിച്ചതടക്കമുള്ള വിഷയങ്ങൾ തിരിച്ചടിയാകുമോ എന്ന ആശങ്ക നിലവിൽ UDF ക്യാമ്പിലുണ്ട്. വോട്ടെണ്ണി കഴിഞ്ഞാൽ മാത്രം ഉറപ്പിക്കാവുന്ന നിലയിലാണ് കണ്ണൂരിന്റെ ഇത്തവണത്തെ സാഹചര്യം. എന്ത് സംഭവിക്കും കണ്ണൂരിൽ എന്ന് ചികയുന്നതിന് മുമ്പ് നമുക്ക് കഴിഞ്ഞ 3 തവണ എന്ത് സംഭവിച്ചു എന്നൊന്ന് നോക്കാം. നോക്കൂ, കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പിലെ സ്ഥിതിവിശേഷത്തിലേക്ക് പോയാൽ 2011 ഇത് അവസാനമായി UDF അധികാരത്തിലേറിയ തെരഞ്ഞെടുപ്പിൽ UDF-നൊപ്പം നിന്ന മണ്ഡലമാണ് കണ്ണൂർ. അവിടെ UDF-ന് വേണ്ടി AP അബ്ദുള്ളക്കുട്ടിയാണ് ജയിച്ചത്. 6443 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് അവിടെ അബ്ദുള്ളക്കുട്ടി ജയിച്ചു കയറിയത്. 2016 പക്ഷേ കടന്നപ്പള്ളി വന്നു. കടന്നപ്പള്ളിക്കൊപ്പം വിജയവും വന്നു. LDF മണ്ഡലം തിരിച്ചുപിടിച്ചു. 1196 വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രമാണ് 2016 സംസ്ഥാനത്തെങ്ങും LDF-ന് അനുകൂലമായി കാറ്റ് ആഞ്ഞു വീശിയ തെരഞ്ഞെടുപ്പിൽ പോലും 1196 വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രമാണ് അവിടെ കടന്നപ്പള്ളിക്കുണ്ടായിരുന്നത്. പക്ഷെ 2021 വരുമ്പോൾ നേരിയ തോതിൽ ആ ഭൂരിപക്ഷം കൂട്ടിയെങ്കിലും 2000 അത് കയറിയിട്ടില്ല. ഇപ്പോഴും 1745 വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രമാണ് അവിടെ കടന്നപ്പള്ളിക്കുള്ളത്. അതുകൊണ്ട് കണ്ണൂർ സിറ്റി സീറ്റ് ആരുടെയും കുത്തകയല്ല, ആരെയും മോഹിപ്പിക്കുന്ന സീറ്റാണ്. അവിടെ എന്തും സംഭവിക്കാം എന്നുള്ളതാണ് സാഹചര്യം. ബിജീഷ് ഗോവിന്ദൻ, ഞങ്ങളുടെ പ്രതിനിധി കണ്ണൂരിൽ നിന്ന്. ബിജീഷ്, പല നിലക്ക് കണ്ണൂർ സീറ്റ് ഇക്കുറി ഹോട്ട് സീറ്റ് ആവുന്നുണ്ട്, പ്രസക്തമായ മണ്ഡലമാകുന്നുണ്ട്. പ്രത്യേകിച്ചും ഒരു തിരിച്ചുവരവ് പ്രതീക്ഷിക്കുന്നുണ്ട് UDF. പക്ഷേ അടിയൊഴുക്കകൾ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട് UDF ക്യാമ്പിന്. പ്രത്യേകിച്ചും കെ സുധാകരന് സീറ്റ് നൽകാനാകാത്തതിന്റെ പരിക്ക് അവിടെ അടിയൊഴുക്കിലൂടെ എതിരായി മാറുമോ എന്നൊരു തോന്നൽ ഈ സമയവും UDF-നുണ്ട്. അതൊക്കെ മറികടന്ന് ജയിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയിലേക്ക് അവിടെ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് എന്ന് കരുതുന്നുണ്ടോ UDF ക്യാമ്പ്? ഒപ്പം കടന്നപ്പള്ളിയിലൂടെ ആ മണ്ഡലം നിലനിർത്താൻ കഴിയും എന്ന പ്രതീക്ഷയ്ക്ക് എത്ര കരുത്തുണ്ട് LDF ക്യാമ്പിനകത്ത് ഈ സമയവും? സൈഫുദ്ദീൻ സൂചിപ്പിച്ചതുപോലെ തന്നെ കണ്ണൂർ ഒരു തരത്തിലും ഒരു LDF-ന്റെ മണ്ഡലമല്ല. അത് UDF-ന്റെ കുത്തക സീറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്ന മണ്ഡലമാണ്. 2011 അബ്ദുള്ളക്കുട്ടി 6443 വോട്ടിനാണ് അവിടുന്ന് വിജയിച്ച് കയറിയത്. അത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ കടന്നപ്പള്ളി രാമചന്ദ്രനിലേക്ക് മണ്ഡലം വരുന്നത്. തുടർച്ചയായ 2 തവണ സതീശൻ പാച്ചേനിയെ തോൽപ്പിച്ചുകൊണ്ട് കടന്നപ്പള്ളി കണ്ണൂരിന്റെ MLA ആയി രംഗത്ത് വന്നു. അത് കഴിഞ്ഞ് ഇപ്പോൾ ഈ 3ാമത്തെ തെരഞ്ഞെടുപ്പ് വരുന്ന ഘട്ടത്തിൽ ഹാട്രിക് വിജയം നേടാനുള്ള ഒരുക്കത്തിലേക്ക് കടന്നപ്പള്ളി കടക്കുന്ന ഘട്ടത്തിൽ കാര്യങ്ങൾ അത്ര എളുപ്പമല്ല LDF-ന് എന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. ഒന്ന്, കടന്നപ്പള്ളിയുടെ പ്രായം ഒരു ഘടകമാണ്. അതുപോലെ തന്നെ വികസന വിഷയങ്ങൾ ഇവിടെ ചർച്ച ചെയ്തിരുന്നു. വികസന വിഷയങ്ങളിൽ MLA എന്നുള്ള രൂപത്തിൽ 10 വർഷം ഉണ്ടായിരുന്ന കടന്നപ്പള്ളി കണ്ണൂരിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് വലിയ ആക്ഷേപമായി നിലനിൽക്കുന്നത്. അതുപോലെ തന്നെ കടന്നപ്പള്ളിയുടെ പ്രായം ഒരു ഘടകമായിട്ട് 80 വയസ്സ് പിന്നിട്ട് അദ്ദേഹത്തിന് ഈ ഘട്ടത്തിൽ വീണ്ടും മത്സരിപ്പിക്കുന്നതിൽ വലിയ തരത്തിലുള്ള വിമർശനം ഇടതുമുന്നണിയിൽ തന്നെ ഉണ്ട് എന്നുള്ളതും ഒരു ഘടകമായി നിൽക്കുന്നു. മറുപക്ഷത്ത് നമുക്ക് നോക്കുകയാണെങ്കിൽ TO മോഹന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ അതിനകത്ത് ഏറ്റവും അവസാന ഘട്ടത്തിലാണ് TO മോഹൻ സ്ഥാനാർത്ഥിയായി വരുമെന്നുള്ള കാര്യത്തിനകത്തൊരു ഉറപ്പ് വരുന്നത്. അത്ര വരെ കെ സുധാകരൻ കണ്ണൂരിൽ ഇത്തവണ മത്സരിക്കുമെന്നുള്ളതായിരുന്നു പൊതുവികാരമുണ്ടായിരുന്നത്. കോൺഗ്രസ് അണികളിൽ അത്തരത്തിലുള്ള വലിയ തരത്തിലുള്ള ഒരു പ്രതീക്ഷയും ഉണ്ടായിരുന്നു കെ സുധാകരന്റെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച്. കെ സുധാകരനെ മാറ്റി നിർത്തിക്കൊണ്ട് TO മോഹനു വേണ്ടി ഹൈക്കമാൻഡ് രംഗത്തെത്തിയതോടുകൂടി വലിയ തരത്തിലുള്ള ഒരു എതിരഭിപ്രായം കോൺഗ്രസിനകത്ത് രൂപപ്പെട്ടിട്ടുണ്ട്. കെ സുധാകരന്റെ അണികളിൽ അത് വലിയ തരത്തിൽ പ്രതിഫലിക്കുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ UDF മത്സരിക്കുന്ന ഘട്ടങ്ങളിലെല്ലാം UDF-ന്റെ സ്ഥാനാർത്ഥികൾ, ഇപ്പോൾ അബ്ദുള്ളക്കുട്ടിക്ക് മുൻപുണ്ടായിരുന്ന ഘട്ടങ്ങളിലെല്ലാം ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട സ്ഥാനാർത്ഥികൾ മത്സരിക്കുമ്പോൾ അത് തീയ സമുദായത്തിൽപ്പെട്ട ആൾക്കാരായിരുന്നു സ്ഥാനാർത്ഥികളായി ഉണ്ടായിരുന്നത്. ഇത്തവണ TO മോഹനിലേക്ക് സ്ഥാനാർത്ഥിത്വം വരുമ്പോൾ അത് മുന്നാക്കക്കാരനായ ഒരാളെ സ്ഥാനാർത്ഥിയാക്കി എന്നുള്ളൊരു പ്രചരണം TO മോഹനെതിരെ വലിയ തരത്തിൽ പ്രചരിച്ചിരുന്നു. ഇത് ഏതെങ്കിലും തരത്തിൽ ഈ തീയ സമുദായത്തിൽപ്പെട്ട വോട്ടർമാരെ സ്വാധീനിക്കുമോ എന്നുള്ളൊരു ആശങ്ക കോൺഗ്രസിനകത്തുണ്ട്. ഒപ്പം തന്നെ ന്യൂനപക്ഷ വോട്ടുകൾ കണ്ണൂർ മണ്ഡലത്തിലൊരു നിർണായക ഘടകമാണ്. അത് ഏതെങ്കിലും തരത്തിൽ കൺസോളിഡേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളൊരു ആശങ്ക നിലനിൽക്കുന്നു. മറ്റൊരു ഘടകമായിട്ടുള്ളത് BJP സ്ഥാനാർത്ഥിയാണ്. BJP സ്ഥാനാർത്ഥി നമുക്കറിയാം, നേരത്തെ കോൺഗ്രസിലുണ്ടായിരുന്ന കഴിഞ്ഞ തവണ ധർമ്മടത്ത് പിണറായി വിജയനെതിരെ മത്സരിച്ച C രഘുനാഥാണ് ഇത്തവണ കണ്ണൂർ മണ്ഡലത്തിൽ BJPക്ക് വേണ്ടി രംഗത്തിറങ്ങിയത്. അതുകൊണ്ട് തന്നെ അതും കോൺഗ്രസിന് ഒരു ആശങ്ക ഉണ്ടാക്കുന്ന ഒരു ഘടകമാണ്. പക്ഷേ
കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 23,000-ത്തിനടുത്താണ് കെ സുധാകരൻ കണ്ണൂർ മണ്ഡലത്തിൽ നേടിയ ഭൂരിപക്ഷം. അത് കഴിഞ്ഞ് ഇപ്പോൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടന്ന ഘട്ടത്തിൽ 8,300-ന് മുകളിൽ ഭൂരിപക്ഷം UDF നിലനിർത്താനും കഴിഞ്ഞു. കണ്ണൂർ കോർപ്പറേഷനിൽപ്പെട്ട 40 ഡിവിഷനുകളും അതുപോലെ തന്നെ മുണ്ടേരി ഗ്രാമപഞ്ചായത്തും ഉൾപ്പെട്ടതാണ് കണ്ണൂർ നിയോജക മണ്ഡലം. ഇതിനകത്ത് മുണ്ടേരി ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ തവണ LDF ഭരിച്ചിരുന്നത്, ഇത്തവണ UDF പിടിച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ സാഹചര്യങ്ങൾ രണ്ടു പേർക്കും അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടുമുണ്ട്. ഏതായാലും വോട്ട് എണ്ണിക്കഴിഞ്ഞാൽ മാത്രം വിജയമുറപ്പിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് കണ്ണൂരിന്റെ ചിത്രം ഇത്തവണ മാറിയിട്ടുണ്ട്. 10 വർഷത്തിന് ശേഷം പിടിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് കണ്ണൂർ എത്തിയെന്ന് UDF വിശ്വസിക്കുന്നു. പക്ഷേ മണ്ഡലം നിലനിർത്താനുള്ള സാഹചര്യങ്ങളാണ് കൂടുതലുള്ളത് എന്നുള്ളതാണ് LDF ക്യാമ്പിന്റെ ഒരു പ്രതീക്ഷയായിട്ടുള്ളത്. സ്ഥാനാർത്ഥിയുടെ പ്രായമല്ല, അദ്ദേഹം പൊതുവെ ഒരു ഗാന്ധിയനും അതുപോലെ തന്നെ പഴയ കോൺഗ്രസ് പ്രവർത്തകനുമാണ്. അതിന്റെ ഒരു സ്വീകാര്യത പൊതുവെയുണ്ട്. ഒപ്പം തന്നെ മുസ്ലിം വിഭാഗങ്ങൾക്കിടയിലടക്കം കടന്നപ്പള്ളിക്ക് വലിയ തരത്തിലുള്ള സ്വാധീനമുണ്ട് എന്നുള്ളതും LDF അവകാശപ്പെടുന്നു. അതിനപ്പുറത്തേക്ക് BJP പറയുന്നത് കോൺഗ്രസുകാരനായിരുന്ന പഴയ കോൺഗ്രസ് നേതാവായിരുന്ന C. രഘുനാഥിലൂടെ ഇത്തവണ കണ്ണൂരിൽ അത്ഭുതം സൃഷ്ടിക്കാൻ തങ്ങൾക്കാകുമെന്ന് BJPയും അവകാശപ്പെടുന്നു. ഏതായാലും വോട്ട് എണ്ണിക്കഴിഞ്ഞാൽ മാത്രം ഉറപ്പിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ കണ്ണൂരിൽ എന്ത് സംഭവിക്കുമെന്ന് പറയാൻ കഴിയുകയുള്ളൂ. കടന്നപ്പള്ളി വേഴ്സസ് TO മോഹനൻ, എന്തും സംഭവിക്കാവുന്ന അവസ്ഥയാണ് കണ്ണൂരിലുള്ളത്. എന്തായാലും ഒരു ഭരണമാറ്റം ഉണ്ടാവുകയാണെങ്കിൽ, UDF അനുകൂലമായ ഒരു വെയ്വോ കാറ്റോ തരംഗമോ ഉണ്ടാവുകയാണെങ്കിൽ അതിനൊപ്പം നിൽക്കാൻ സാധ്യതയുള്ള ശേഷിയുള്ള ഒരു മണ്ഡലം കൂടിയാണ് കണ്ണൂർ എന്ന് ഉറപ്പിച്ചും പറയാം. അതാണ് അതിന്റെ വിശദാംശങ്ങളാണ് ബിജേഷ് ഗോവിന്ദൻ അവിടെ നൽകിയത്.